നമസ്കാരം, ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രിഗണോമെട്രിയാണ്. ഇപ്പോൾ SSC പോലുള്ള എക്സാമിനും റെയിൽവേ പോലുള്ള എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ട്രിഗണോമെട്രി. 2-3 മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം ട്രിഗണോമെട്രി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ട്രിഗണോമെട്രിയിൽ പഠിക്കാനുള്ളത്? ഓക്കെ, പറഞ്ഞോളൂ. നമുക്കറിയാം സൈൻ എക്സ്, കോസ് എക്സ് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ട്രിഗണോമെട്രി, ഓൾജിബ്ര പോലുള്ള ടോപ്പിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അതുപോലെ തന്നെ സൈൻ എക്സ് ആണെങ്കിൽ നമുക്കറിയാം കൊസീക്ക് എക്സ്. ഞാൻ പറഞ്ഞു നമ്മൾ +1 പഠിച്ച പോലെയൊന്നും നമ്മൾ ആധികാരികമായിട്ട് പഠിക്കില്ല. നമുക്ക് ഒരു കോമ്പറ്റീവ് എക്സാമിന് എങ്ങനെ പഠിക്കണം ആ രീതി പഠിച്ചു. കോസെക്സ്, അതുപോലെ തന്നെ സീക്ക് എക്സ്, ടാൻ എക്സ്, കോട്ടെക്സ്. അപ്പം ഞാൻ പറഞ്ഞുതരാം. സൈൻ എക്സ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമിന് കൊസീക്ക് എക്സ് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, സൈൻ എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? കൊസീക്ക് എക്സ് ഉണ്ട്. കോസ് എക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സീക്ക് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ എക്സ് ഉണ്ടെങ്കിൽ കോട്ടെക്സ് കിട്ടും. അതായത് എഴുതിയെടുത്തോളുക, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1/കൊസീക്ക് എക്സ് ആണ്. അതുപോലെ തന്നെ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/സൈൻ എക്സ് ആണെന്ന്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/സീക്ക് എക്സ് ആണ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/കോസ് എക്സ് ആണ്. അതുപോലെ തന്നെ ടാനും കോട്ടുമായിട്ടുള്ള ബന്ധമുണ്ട്. 1/കോട്ടെക്സ് ആണ് ടാൻ എക്സ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ അത് കിട്ടി. ഇപ്പം ഞാൻ പറയുവാണ്, സൈൻ എക്സ് 1/2 ആണെങ്കിൽ കൊസീക്ക് എക്സ് എത്ര ആയിരിക്കും? 2/1 ആയിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും. അതുപോലെ സൈൻ എക്സ് √3/2 ആണെങ്കിൽ കൊസീക്ക് എക്സ് എത്ര ആയിരിക്കും? 2/√3. അതുപോലെ ടാൻ എക്സ് 1/√3 ആണെങ്കിൽ കോട്ടെക്സ് √3 ആയിരിക്കും. അതുപോലെ തന്നെ കോസ് എക്സ് 1/2 ആണെങ്കിൽ സീക്ക് എക്സ് 2/1 ആയിരിക്കും. ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു പോകും, പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ സൈൻ എക്സും അതുപോലെ തന്നെ കൊസീക്ക് എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 1 ആയിരിക്കും ആൻസർ. കാര്യം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/കൊസീക്ക് എക്സ് ആണ്, അല്ലെങ്കിൽ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/സൈൻ എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ടാൻ എക്സും അതിൻ്റെ റെസിപ്രോക്കൽ എന്ത് കിട്ടും? കോട്ടെക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ്? സീക്ക് എക്സും അതുപോലെ തന്നെ കോസ് എക്സും, അല്ലെങ്കിൽ കോസ് എക്സും സീക്ക് എക്സും മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആയിരിക്കും ആൻസർ? 1 ആയിരിക്കും. അറിയാവുന്ന കാര്യം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ 1/കൊസീക്ക് എക്സ് ആണ്, അല്ലെങ്കിൽ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/സൈൻ എക്സ് ആണ്. കോസ് എക്സ് 1/സീക്ക് എക്സ് ആണ്, അല്ലെങ്കിൽ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/കോസ് എക്സ് ആണ്. ടാൻ എക്സ് 1/കോട്ടെക്സ് ആണെങ്കിൽ കോട്ടെക്സ് 1/ടാൻ എക്സ് ആണ്. അപ്പം ഇതിന് പകരം 1/കൊസീക്ക് എക്സ് കൊടുത്താലും ഇതിന് പകരം 1/സൈൻ എക്സ് കൊടുത്താലും ഗുണിച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പം എൻ്റെ ചോദ്യം, സൈൻ എക്സും കൊസീക്ക് എക്സ് കൂടെ ഗുണിച്ചത് കൊണ്ടാണ് 1. അതുപോലെ തന്നെ സൈൻ 3 ഡിഗ്രിയും 3 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം കൊസീക്ക് 3 ഡിഗ്രി ആണെങ്കിലാണ് 1. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അല്ല ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ, ഇസൽ ആണെങ്കിൽ ഇസൽ, 15 ആണെങ്കിൽ 15, 16 ആണെങ്കിൽ 16. ആ ഒരു ഐഡിയ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് പഠിക്കാനുള്ള സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടിനെ പറ്റിയുള്ള ബന്ധങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം പഠിക്കേണ്ട സൈൻ ഉണ്ടെങ്കിൽ കൊസീക്കായി, കോസ് ഉണ്ടെങ്കിൽ സീക്കായി, ടാൻ ഉണ്ടെങ്കിൽ കോട്ടായി. ആദ്യം മനസ്സിലാക്കേണ്ടവക്കാണ് 6 ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ പറ്റിയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബോർഡിൽ നിങ്ങൾക്ക് കാണാം അല്ലേ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്ര ആയിരിക്കും? 1 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് 5 - 4 എഴുതിയാൽ 1 ആണ്. അതുപോലെ 99 - 98 എഴുതിയാൽ 1 ആണ്. 1 ആവണം എന്ന് വെച്ചാൽ 1 എവിടെങ്കിലും കണ്ടാൽ, മനസ്സിലാക്കേണ്ട കാര്യം, 1 എവിടെങ്കിലും കണ്ടാൽ ഞാൻ എന്തെഴുതും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എഴുതും. അതുപോലെ തന്നെ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എഴുതാം. ഇതിൻ്റെ എല്ലാം വാല്യൂസ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 3 നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇതിൽ നിന്ന് വരുന്നതാണ് ഈ 2 റിസൾട്ടും. ഇതാണ് മെയിൻ റിസൾട്ട് അല്ലേ. ഞാനിതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? സൈൻ സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായ കാര്യം, ഒരു എക്സാമിന് നമുക്ക് ഓപ്ഷനിലോട്ട് എത്തുന്നതാണ് കാര്യം. ഇപ്പോൾ ഓൾജിബ്ര ആണെങ്കിലും അതുപോലെ തന്നെ ട്രിഗണോമെട്രി ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം ആൻസർ കിട്ടും. അതിന് ഓപ്ഷനിൽ കിടക്കുന്ന ആൻസർ ആക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഇതറിയണം. എവിടെങ്കിലും 1 കണ്ടാൽ ഞാൻ പറഞ്ഞു തന്നേ, 1 കണ്ടാൽ ഞാൻ എന്ത് കൊടുക്കും? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ അത് കൊടുക്കും. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണ് അവിടെ ആവശ്യമെങ്കിൽ അത് കൊടുക്കും. കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് അവിടെ ആവശ്യമെങ്കിൽ അത് കൊടുക്കും. അപ്പോൾ അത് 3 പഠിച്ച് വെക്കുക. അപ്പം ഈ അടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്, ഇതാണ് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അത് ഗുണിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഗുണിച്ചാൽ 1 വരുമെന്ന് നിങ്ങൾ പറഞ്ഞു. സൈനും കൊസീക്കും എൻ്റെ കൂടെ പറഞ്ഞു, കോസും സീക്കും അതുപോലെ തന്നെ ടാനും കോട്ടും. ഞാൻ പറഞ്ഞു പഠിച്ചാൽ ഇതുപോലൊരു എളുപ്പമുള്ളൊരു ടോപ്പിക് വേറെ ഇല്ല. കൃത്യമായിട്ട് പഠിച്ചാൽ. ഓക്കെ, ഇനി അടുത്ത ഞാൻ നിങ്ങളെ പഠിക്കുന്നത് വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം മോനെ. ടാൻ 30 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ
ടാൻ 30 ഇങ്ങനെ കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. വേണമെങ്കിൽ പഠിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ പഠിക്കാം. ഇപ്പം സൈൻ 60 ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ √3/2 എന്നും, സൈൻ 30 ചോദിച്ചു കഴിഞ്ഞാൽ 1/2 എന്നും, കോസ് 60 ചോദിച്ചു കഴിഞ്ഞാൽ 1/2 എന്നും, അതുപോലെ ടാൻ 45 ചോദിച്ചാൽ 1 എന്ന് പറയണം. ഈ വാല്യൂസ് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. സൈൻ 0 ആണ്, സൈൻ 91 ആണ്. അത് പഠിക്കണം കൃത്യമായിട്ട്. വാല്യൂസിനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വാല്യൂസ് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം സൈൻ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ, സൈൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കുക? √(below/2), √(below/2). കോസ് ആണ് പഠിക്കേണ്ടതെങ്കിൽ പറഞ്ഞു തരാം, √(above finger) എന്നാണ് പറയുന്നത്, above finger/2. അപ്പം ഞാനൊരു ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. ഇപ്പം ബിലോ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വിരൽ നോക്കുക, കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു വിരൽ വരച്ച് വെച്ചു, 5 വിരൽ. ഓക്കെ, ശ്രദ്ധ, എൻ്റെ ഹാൻഡ് ആണെന്ന് വിചാരിക്കുക. ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ചെറിയ വിരലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ ഇതങ്ങ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈൻ 0 ചോദിച്ചാൽ ചെറിയ വിരലാണ്. സൈൻ 0 ഞാൻ എടുത്തു. താഴോട്ട് എത്ര വിരലുണ്ട് നോക്കും. ഞാനിത് മടക്കി കഴിഞ്ഞാൽ താഴോട്ട് ഒരു വിരലുമില്ല, താഴോട്ട് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി 0, √0/2. ആൻസർ എത്ര കിട്ടും? 0. ഒന്നുകൂടെ വീഡിയോ കാണുക. സൈൻ 30 ചോദിച്ചാൽ ഇതാണ് ഞാൻ എൻ്റെ 30, നോക്കിയിരിക്കുക, ചെറിയ വിരലിൻ്റെ തൊട്ട് മേലിൽ. സൈൻ 30 ചോദിച്ചാൽ √(below) താഴോട്ട് എത്ര വിരലുണ്ട്? ഒരു വിരൽ. √1/2. സൈൻ 45 ചോദിച്ചാൽ താഴോട്ട് എത്ര വിരലുണ്ട്? 1, 2. √2. സൈൻ 45 ചോദിച്ചാൽ താഴോട്ട് 2 വിരൽ. റൂട്ടുണ്ട്, √below/2, 1/√2. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. സൈൻ 60 ചോദിച്ചാൽ ഇതാണ് 60, ഇത് 30. അതുപോലെ തന്നെ 30, അല്ലെ അതന്നെ ഞാൻ 0, 30, 45, 60, 90. സൈൻ 60 ചോദിച്ചാൽ താഴോട്ട് എത്ര വിരലുണ്ട്? 1, 2, 3. √3/2. സൈൻ 90 ചോദിച്ചാൽ താഴോട്ട് 1, 2, 3, 4. √4 എത്ര കിട്ടും? പറഞ്ഞേ. √4 2 ആണ്. 2/2 ഉണ്ട്. ആൻസർ എത്ര കിട്ടും? 1. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ കോസ് ചോദിച്ചാൽ പെട്ടെന്ന് പറയാം, എൻ്റെ കൂടെ പറയാം. above/2, √(above/2) ആണ് കോസിന്റെ വാല്യൂ. കോസ് 30 ചോദിച്ചാൽ √(above) 4 വിരൽ. √4 2, 2/2 1. കോസ് 30 ചോദിച്ചാൽ above 3 വിരൽ. √3/2. കോസ് 45 ചോദിച്ചാൽ ബിലോ ആണെങ്കിലും above ആണെങ്കിലും 2 വിരൽ. √2/2 പേനയില്ലാതെ പറയാൻ പറ്റും, 1/√2. കോസ് 60 ചോദിച്ചാൽ above 1 വിരൽ, 1/2. കോസ് 90 ആണെങ്കിൽ മേലോട്ട് 0 വിരൽ, 0/2 എന്ന് പറഞ്ഞാൽ 0/2, 0. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാൻ പഠിക്കണമെങ്കിൽ സൈൻ x cos x അതോടെ ഓർത്ത് വെക്കണം. സൈൻ x cos x ആണെന്ത്? ടാൻ x. അതോടെ ഓർത്ത് വെച്ചോണം. ടാൻ x എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, സൈൻ x cos x ആണ്. അതുകൂടെ പഠിച്ചോണം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, അപ്പോൾ ടാൻ ആണ് ചോദിച്ചതെങ്കിൽ വേണമെങ്കിൽ പഠിക്കാം. √(sin cos) ആണ് ടാൻ. അപ്പോൾ √(below/above). ഞാൻ പറഞ്ഞു വാല്യൂസ് പഠിക്കാനുള്ള ട്രിക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ സൈനിൻ്റെ വാല്യൂ 90 വരെ പഠിച്ചിട്ട് അതിനെ തിരിച്ചിടുന്നതാണ് കോസിൻ്റെ വാല്യൂ. പിന്നെ സൈനും കോസും കൂടെ ഡിവൈഡ് ചെയ്യുന്നതാണ് ടാനിൻ്റെ വാല്യൂ. എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ടാൻ 0 ചോദിച്ചാൽ എനിക്കറിയാം ഇതാണ് ടാൻ 0. ഇതാണ് 0, 30, 45, 60, 90. ടാൻ 0 ചോദിച്ചാൽ ഞാൻ വിരൽ മടക്കും. √(below/above) താഴോട്ട് 0, മേലോട്ട് above. അപ്പോൾ 0/, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ ടാൻ 0 ഞാൻ 0 എന്ന് പറയും. ടാൻ 30 ചോദിച്ചാൽ എൻ്റെ വിരലിൽ നോക്കുക, ടാൻ 30 താഴോട്ട് 1, മേലോട്ട് 3. റൂട്ടിനകത്താണ്. അപ്പോൾ √1/√3, 1/√3. ടാൻ 45 ചോദിച്ചാൽ താഴോട്ടും 2, മേലോട്ടും 2. അപ്പോൾ √2/2, 1 ആൻസർ. ടാൻ 60 ചോദിച്ചാൽ താഴോട്ട് 3, √3, മേലോട്ട് 1. അപ്പോൾ √3/1, √3. ടാൻ 90 ചോദിച്ചാൽ താഴോട്ട് 4, മേലോട്ട് 0. ഡിനോമിനേറ്റർ 0 എന്നാൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി. അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ ഒരാൾ വന്ന് ചോദിക്കുക, അപ്പം നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ കൃത്യമായിട്ട് കാണാൻ പഠിച്ചാൽ മതി. കാര്യമല്ല, കൃത്യമായിട്ട് ഇത് പഠിച്ചാലും മതി. ഞാൻ പറഞ്ഞ ഈ ട്രിക്ക് നമുക്ക് കാണാൻ പഠിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഒരാൾ വന്ന്, സാർ സൈൻ 30 എത്രയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതാണ് ഇതാണ് 30, ഇത് 0, 30, 45, 60, 90. സൈൻ 30 താഴോട്ട് 1 എന്ന് വെച്ചാൽ 1/2 എന്ന് ഞാൻ പറയും. സൈൻ 60 വെച്ചാൽ ഇതാണ് 60, താഴോട്ട് √3/2, √(below/2. കോസ് 60 വെച്ചാൽ ഞാൻ പറയും ഇതാണ് 60, above 1/2. കോസ് 30 വെച്ചാൽ ഞാൻ പറയും √3 അല്ലേ /2. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മനസ്സിലാക്കി ചെയ്യാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാം. ഇത് പഠിക്കാൻ ഞാൻ ഷോർട്ട് കട്ടാണ് പറഞ്ഞത്. വീഡിയോ വീണ്ടും കണ്ടാലേ ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ട്രിക്ക് മനസ്സിലാവും.
സൈൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബിലോ ഫിംഗർ ബൈ 2, കോസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എബോ ഫിംഗർ ബൈ 2, ടാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബിലോ ബൈ എബോയും. ഇത് 0, 30, 45, 60, 90 പെട്ടെന്ന് പഠിക്കാം. അല്ലെങ്കിൽ സൈൻ വാല്യൂസിൻ്റെ വേറൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സൈൻ വാല്യൂസിൻ്റെ വാല്യൂ 0, 1/2, 1/√2, √3/2, 1 എന്ന് പഠിക്കുക. അതുവരെയുള്ളതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസിൻ്റെ വാല്യൂ കിട്ടും. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 കിട്ടും. 0/1, 1/2, √3/2 1 ഡിവൈഡ് ചെയ്യും. ഓരോന്നിനെ ഡിവൈഡ് ചെയ്താൽ ടാൻ്റെ വാല്യൂ കിട്ടും. ടാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 റിസൾട്ട് പഠിക്കാൻ പറഞ്ഞു. ഇനി ഈ റിസൾട്ട് ഞാൻ പഠിപ്പിച്ചു തന്നു. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് ഞാൻ പറഞ്ഞുതരും. ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/2 ആണ്. ഞാൻ ഉടനെ പറയും അത് കോസ് 16 തുല്യമാണ്. ശരിയല്ലേ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നോക്കേ, കോസ് 16 1/2 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറയും ടാൻ 30 എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കോട്ട് 16 ആണ്, ഉറപ്പിച്ച് പറയും. അതുപോലെ തന്നെ സീക്ക് 30 എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അത് കൊസീക്ക് 60 തുല്യമാണെന്ന്. ഞാൻ എങ്ങനെ വളരെ പെട്ടെന്ന് അത് പറയുന്നു എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കാം. സൈൻ 45 1 ആണ്, 1/√2 ആണ്. അത് തന്നെയാണ് കോസ് 45. കോസ് 30 എന്ന് പറഞ്ഞാൽ സൈൻ 60 ആണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. കോസ് 30 √3/2, സൈൻ 60 √3/2 എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. ഇതിനെ എ ആയിട്ടും ഇതിനെ ബി ആയിട്ടും എടുത്താൽ സൈൻ സമം കോസ് എന്ന് പറഞ്ഞാലും A + B = 90 ആയിരിക്കും. 30 60 കൂട്ടിയാൽ 90 ആയിരിക്കും. നമുക്ക് ക്വാഡ്രാന്റ് വേണ്ട. നമ്മൾ ക്വാഡ്രാന്റ് വെച്ച് പഠിക്കില്ല. നമ്മൾ +1 പോലുള്ള സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചപ്പോഴാണ് ക്വാഡ്രാന്റ് ഒക്കെ വെച്ച് +1 ട്രിഗണോമെട്രി പഠിച്ചു. അപ്പോൾ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ക്വാഡ്രാന്റ് വെച്ച് സൈൻ ഓൾ സ്റ്റുഡൻസ് 4 ക്വാഡ്രാന്റ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ ക്വാഡ്രാന്റ് വെച്ച് പഠിക്കുന്നില്ല. വ്യക്തമായിട്ട് കോമ്പറ്റീവ് ലെവലിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വാഡ്രാന്റ് ഇല്ലാതെ പഠിപ്പിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുക. സൈൻ എ സമം കോസ് ബി എന്ന് പറഞ്ഞാലും ടാൻ എ സമം കോട്ട് ബി എന്ന് പറഞ്ഞാലും സീക്ക് എ സമം കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ കോസ് ആയാലും ടാൻ കോട്ട് ആയാലും സീക്ക് കൊസീക്ക് ആയാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, A + B = 90 ഡിഗ്രി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, സാർ സൈൻ 28 ഡിഗ്രി കോസ് എത്ര തുല്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 100 നിന്ന് കുറയ്ക്കാൻ പറയും, 90 നിന്ന് കുറയ്ക്കാൻ പറയും. 90 നിന്ന് 28 കുറച്ച് നമുക്ക് എത്ര കിട്ടും പറഞ്ഞേ? 52 അല്ലേ? 62 ഡിഗ്രി ആയിട്ട് ഞാൻ പറയും കോസ് 62 ഡിഗ്രിക്ക് തുല്യമാണ്. സൈൻ 28 എത്രയാണോ അത് തന്നെ ആയിരിക്കും കോസ് 62. ശ്രദ്ധിച്ചിരിക്കുക. സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോസ് 40 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. കാര്യം A + B എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. ക്വാഡ്രാന്റ് വേണ്ട. കോസ് ഓഫ് 90 - സംഭവം ഒന്നും എഴുതണ്ട, അത് വേണ്ട. ഫസ്റ്റ് ക്വാഡ്രാന്റ് വേണ്ട. വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ മതി. അതുപോലെ ടാൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോട്ട് 45 തുല്യമല്ലേ? 1 ആണ്. അതുപോലെ തന്നെ ടാൻ 72 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കോട്ടിനാണ് തുല്യം. ടാൻ കോട്ട്, സൈൻ കോസ്, സീക്ക് കൊസീക്ക് പഠിക്കണം. സൈൻ കോസ്, ടാൻ കോട്ട്, സീക്ക് കൊസീക്ക് വളരെ ഒരു മാർക്ക് ഉറപ്പാണ് ഇതിനെ ബേസ് ചെയ്തിട്ട്. കോട്ട് എന്തിനു തുല്യമാണെന്ന് 90 നിന്ന് കുറച്ചാൽ 18 ഡിഗ്രി. ഓക്കെ, അപ്പോൾ A + B = 90 ഡിഗ്രി ആയിരിക്കും. സൈൻ A = കോസ് ബി ആയാലും ടാൻ A = കോട്ട് ബി ആയാലും സീക്ക് A = കൊസീക്ക് ബി ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വളരെ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. A + B = 90. അപ്പോൾ ഞാൻ ഇതും എന്താണെന്നും പറഞ്ഞു തന്നു, ഇതും പറഞ്ഞു തന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തെളിയും. ടാൻ ഓഫ് 2θ + 45 ഈക്വൽ ആകുന്നു. ഞാൻ പറഞ്ഞു ടാൻ സൈൻ ഈക്വൽ എന്ന് പറയില്ല, കോസിന് ഈക്വൽ എന്ന് പറയില്ല, കൊസീക്ക് എന്ന് പറയില്ല. കോട്ട് തന്നെ തരും. കാര്യം നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടണം, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനെ തരുള്ളൂ. ഓക്കെ, 3θ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. നമ്മളിപ്പം +1 ഒരു പയ്യൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യും. അവൻ പറയും സാറേ ഇത് ക്വാഡ്രാന്റ് ആണ്, ഇതിനെ ഫസ്റ്റ് ക്വാഡ്രാന്റിലോട്ട് മാറ്റാം, 90 - എന്ന് എഴുതാനൊക്കെ അവൻ പറയും. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട. നമുക്കറിയാവുന്ന കാര്യം ടാൻ കോട്ടാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ടാൻ A = കോട്ട് ബി ആണെങ്കിലും സൈൻ A = കോസ് ബി ആണെങ്കിലും കൂടെ പറഞ്ഞു സീക്ക് A = കൊസീക്ക് ബി ആണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, A + B = രണ്ടിൻ്റെയും കൂടെ ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 ഡിഗ്രി. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു ഇതാണ് A, ഇതാണ് B. അപ്പോൾ 2θ + 45 + 3θ = 90 ഡിഗ്രി. 2 തീറ്റയും 3 തീറ്റയും കൂടെ 5 തീറ്റ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കാൽക്കുലേറ്റ് ചെയ്യാം. 45 ഇതൊക്കെ ഒഴിവാക്കാം. 90 ഡിഗ്രി. 5 തീറ്റ = 45 അപ്പുറത്ത് മൈനസായി 45 ഡിഗ്രി. തീറ്റ = 45/5 9 ഡിഗ്രി. 9 ഡിഗ്രി ആൻസർ. 9 ഡിഗ്രിയാണ് ഉത്തരം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡിഗ്രിയാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പം
കോട്ട് 27 എന്തിനു തുല്യമായിരിക്കും? 63 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. ടാൻ 63 ഡിഗ്രിക്കായിരിക്കും, കോട്ട് 27 തുല്യം. വേണമെങ്കിൽ ഓപ്ഷൻ ബേസ് ചെയ്യാം, കൃത്യമായിട്ട് 9 ഡിഗ്രി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ടാൻ കോട്ടായാലും എൻ്റെ കൂടെ പറഞ്ഞു, ടാൻ കോട്ടായാലും വളരെ ഈസിയാണ്. ടാൻ കോട്ടായാലും സൈൻ കോസ് ആണെങ്കിലും സീക്ക് കൊസീക്ക് ആണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? പറഞ്ഞേടാ, 90 ഡിഗ്രി. ഇതാണ് ഇവിടുത്തെ ആംഗിൾ. 2 തീറ്റ 45 അല്ല, 2 തീറ്റ പ്ലസ് 45 ആണ് അവിടുത്തെ ആംഗിൾ. അല്ല ടാൻ ഓഫ് എ പ്ലസ് ബി ഒന്നും ചെയ്യണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്താൽ മതി. 2 തീറ്റ പ്ലസ് 45 പ്ലസ് 3 തീറ്റ സമയം 90 ഡിഗ്രി. 5 തീറ്റ പ്ലസ് 45 ഇത് എഴുതാതെ തന്നെ അറിയാം. 45 അപ്പുറത്ത് പോകുമ്പോൾ ഇത് മാത്രം മതി. അടുത്ത സ്റ്റെപ്പിൽ തീറ്റ സമയം 45/5 9 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നല്ല ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ SSCക്കും റെയിൽവേക്കൊക്കെ ഒരുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്വസ്റ്റ്യൻ? കൊസീക്ക് സ്ക്വയർ 23 ഡിഗ്രി 2 ഇൻറ്റു കോഡ് സ്ക്വയർ 67 ഡിഗ്രി മൈനസ് സൈൻ സ്ക്വയർ 23 സൈൻ സ്ക്വയർ 67 മൈനസ് കോഡ് സ്ക്വയർ 67. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഓപ്ഷനോട് നോക്കി. ഞാൻ ഓപ്ഷൻ നോക്കി, 1 ആണ്, സീക്ക് സ്ക്വയർ 23 ആണ്, ടാൻ സ്ക്വയർ 23 ആണ്, 0 ആണ്. അപ്പോൾ ഞാൻ നോക്കി 1 0 അല്ലെങ്കിൽ 23 ഡിഗ്രിയിലുള്ള 2 ഓപ്ഷൻ കിടക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 67 ഡിഗ്രിയിലിട്ട് ഞാൻ ചെയ്യില്ല. ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ അവസാനം മാറ്റി വെക്കേണ്ട കാര്യം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം സൈൻ എ കോസ് ബി ടാൻ എ കോട്ട് ബി സീക്ക് എ കൊസീക്ക് ബി ആയിരിക്കും. അത് പഠിക്കണം, കോട്ടറാണ്ട് ഒഴിവാക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 67 ഡിഗ്രിയൊക്കെ ഞാൻ മാറ്റും. 2 കൊസീക്ക് സ്കോർ 23 ഡിഗ്രി. എനിക്ക് മനസ്സിലായി കൊസീക്ക് സ്കോർ 23 ഡിഗ്രീനെ ഞാൻ അതുപോലെ ഇട്ടു, മാറ്റിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. കോട്ട് സ്ക്വയർ അല്ലെങ്കിൽ കോട്ട് എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, ടാൻ സ്ക്വയറിന് ഈക്വൽ ആണ്. സൈൻ കോസ് ആവും, ടാൻ കോട്ടാവും, സീക്ക് കൊസീക്കാവും. എപ്പോൾ? എ പ്ലസ് ബി സമം 90 ഡിഗ്രി. അപ്പോൾ 23 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. കോട്ട് ടാനിന് തുല്യവും ടാന് കോട്ടിന് തുല്യമാവും. എങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി സമം 90 ഡിഗ്രി. 67 ഡിഗ്രിയും 23 ഡിഗ്രിയുടെ കൂട്ടി എത്ര കിട്ടുന്നുണ്ട്? 90 ഡിഗ്രി. മൈനസ് 23നെ ഒന്നിനെ ഞാൻ മാറ്റില്ല, കോമൺ ആയിട്ട് എടുത്തു മൈനസിനെ. സൈൻ സ്ക്വയർ 23 ഡിഗ്രി പ്ലസ് മൈനസിനെ കോമൺ ആയിട്ട് എടുത്തു. സൈൻ 67 കോസ് സ്ക്വയർ ആവും, സൈൻ കോസ് ആവും. എപ്പോൾ? എ പ്ലസ് ബി സമം 90 ഡിഗ്രി. ഇപ്പോൾ സൈൻ ആയാലും സൈൻ സ്ക്വയർ ആയാലും അത് കോസ് സ്ക്വയറിന് ഈക്വൽ ആവണമെങ്കിൽ എ പ്ലസ് ബി 90 ഡിഗ്രി 23 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. കാര്യം 23 67 കൂട്ടി എത്ര വരും? 90 വരും. അപ്പം കോട്ട് സ്ക്വയർ 67 എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയറിന് ഈക്വൽ ആവും. എപ്പോൾ? ടാൻ സ്ക്വയർ 23 ഡിഗ്രി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കോട്ട് സ്ക്വയറും ടാൻ സ്ക്വയറിന് ഈക്വൽ ആവും. എങ്ങനെയാണെങ്കിൽ മാത്രം എ പ്ലസ് ബി സമം 90 ഡിഗ്രി. അപ്പോൾ എൻ്റെ കൂടെ പറയാമോ? 2 കൊസീക്ക് സ്ക്വയർ 21 ഡിഗ്രിന് ഞാൻ 1 സൈൻ സ്ക്വയർ 23 ഡിഗ്രി എന്ന്. കാര്യം 1 സൈൻ ആണെന്ന് മനസ്സിലാക്കി പഠിക്കുക. സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. 1 സൈൻ ആണ് കൊസീക്ക്. ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 23 ഡിഗ്രി ബൈ പറഞ്ഞേ കോസ്. സൈൻ ബൈ കോസ് ആണ് ടാൻ. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്ര വരും? 1. കാര്യം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആണെങ്കിലും സൈൻ സ്ക്വയർ 10 പ്ലസ് കോസ് സ്ക്വയർ 10 ആണെങ്കിലും കാര്യം എക്സ് വൈ തീറ്റ. ഇവിടെ 23 ആയതുകൊണ്ട് 23 47 ആണെങ്കിൽ 1 വരില്ല. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സമത്രമായിരിക്കും 1 മൈനസ് ടാൻ സ്ക്വയർ 23 ഡിഗ്രി. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. സൈൻ സ്ക്വയറും വെട്ടിപ്പോയി. 2 കോസ് സ്ക്വയർ എന്ന് വെച്ചാൽ 2 ഇൻറ്റു 1 കോസ് തീറ്റ. 1 കോസ് തീറ്റ നമുക്കറിയാം സീക്കിനെ തിരിച്ചിടുന്നതാണ് കോസ്, കോസിനെ തിരിച്ചിടുന്നതാണ് സീക്ക്. സൈൻ കൊസീക്ക് സൈൻ. ടാൻ കോട്ട് 1 ടാൻ ആണ് കോട്ട്, 1 കോട്ടാണ് ടാൻ. 1 കൊസീക്ക് ആണ് സൈൻ, 1 സൈൻ ആണ് കൊസീക്ക്, 1 സീക്ക് ആണ് കോസ്, 1 കോസ് ആണ് സീക്ക്. ഓക്കെ, അത് മനസ്സിലാക്കി എടുക്കണം. ബേസിക് ആയിട്ട് പറഞ്ഞു തന്നു. സീക്ക് സ്ക്വയർ 23 ഡിഗ്രി മൈനസിനെ കോമൺ ആയിട്ട് എടുത്തു. 1 പ്ലസ് ടാൻ സ്ക്വയർ 23 ഡിഗ്രി അല്ലേ? 1 ടാൻ സ്ക്വയർ 23 ഡിഗ്രി. അപ്പോൾ 2 സീക്ക് സ്ക്വയർ 23 ഡിഗ്രി 1 ടാൻ സ്ക്വയർ തീറ്റ. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് സമം 1 ആണെങ്കിൽ 1 ആണ്. രണ്ടാമത്തെ റിസൾട്ട് നോക്കേ. 1 ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ ആയിരിക്കും. ഇവിടെ 1 ടാൻ സ്ക്വയർ 23 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ 23 ഡിഗ്രി ആയിരിക്കും. 2 സീക്ക് സ്ക്വയർ 23 1 സീക്ക് സ്ക്വയർ 23 പോയി കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടും? സീക്ക് സ്ക്വയർ 23. സീക്ക് സ്ക്വയർ 23 ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ആൻസർ. ഞാൻ പറഞ്ഞു വളരെ എളുപ്പമാണ്, പഠിച്ചാൽ. നിങ്ങൾ മനസ്സിലാക്കണം, 21 ഓപ്ഷൻ കണ്ടതുകൊണ്ടാണ് 67 എല്ലാം കോട്ടിന് ടാൻ എഴുതാനേ പറ്റൂ. സൈനിന് കോസാവും, കോട്ട് ടാൻ ആവും. എങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി സമം 90 ഡിഗ്രി. കോട്രാൻഡ് വേണ്ട, മനസ്സിലാക്കി ചെയ്യുക. 90 മൈനസ് 90 പ്ലസ് നമ്മൾ എടുക്കണ്ട. 180 മൈനസ് ഒന്നും വേണ്ട. ഇതുപോലെ പഠിച്ചാൽ മാത്രം വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഈ ഞാൻ പറഞ്ഞ ഈ 3 റിസൾട്ടും ഈ കാര്യങ്ങളും റൈറ്റ് ആംഗിൾ ട്രയാംഗിളും വാല്യൂസും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ട്രിഗണോമെട്രി പറഞ്ഞു തരും. വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരും. മനസ്സിലാക്കി എടുക്കും. ഓക്കെ, ആൻസർ സീക്ക് സ്ക്വയർ. അപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കുക.
ശ്രദ്ധിച്ചിരിക്കുക, എൻ്റെ കൂടെ പറഞ്ഞോളാം. ടാൻ 80 ഡിഗ്രി എന്തിന് തുല്യമായിരിക്കും? കോട്ട് 10 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. അന്നേരം പറഞ്ഞോളാം, ടാൻ 80 കാണുമ്പോൾ ഞാൻ കോട്ട് 10 എഴുതും. ടാൻ 70 കണ്ടാൽ ഞാൻ കോട്ട് 20 എഴുതും. സൈൻ 60 കണ്ടാൽ ഞാൻ കോസ് 30 എഴുതും. സൈൻ 80 കണ്ടാൽ ഞാൻ കോസ് 10 എഴുതും. ടാൻ 89 കണ്ടാൽ അത് കോട്ട് 1 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. സിക്ക് 87 ഡിഗ്രി, കൊസിക്ക് 3 ഡിഗ്രിക്ക് തുല്യമായിരിക്കും. അത് മനസ്സിലാക്കിയെടുക്കുക. A+B = 90 ഡിഗ്രി. ആ ഒരു വേഗതയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. വീണ്ടും വീഡിയോ കാണുക. ക്ലിയർ ആവണമെങ്കിൽ എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നല്ല ക്വസ്റ്റ്യൻ ആണല്ലേ. 2 ഓഫ് കോസ് സ്ക്വയർ തീറ്റ അല്ലെ, 2 ഓഫ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സമം, ഞാൻ ഒരു മെത്തേഡ് കൃത്യമായിട്ട് പറഞ്ഞുതരാം, മനസ്സിലാക്കിയെടുക്കുക. സമം 1. തീറ്റ ഈസ് ആൻ പോസിറ്റീവ് അക്യൂട്ട് ആംഗിൾ ആണ്. കോട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. കോട്ട് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തീറ്റയുടെ വാല്യൂ വേണം. തീറ്റ എത്രയാണെന്ന് വേണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സമം 1/2 ആണ്. അപ്പം +1 നല്ലോണം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇത് cos 2 തീറ്റയാണെന്നല്ലേ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് അസ്യൂം ചെയ്യാം. ഞാൻ തീറ്റയുടെ വാല്യൂ ഞാൻ എന്ത് കൊടുക്കുന്നു? 30 ഡിഗ്രി കൊടുക്കുന്നു. ഓക്കെ, 30 ഡിഗ്രി കൊടുക്കുന്നു. തീറ്റയുടെ വാല്യൂ ഞാൻ ഏകദേശം ഞാൻ അസ്യൂം ചെയ്തു. തീറ്റ 30 ആണെങ്കിൽ എൻ്റെ ഒരു ഐഡിയ ഞാൻ ചെയ്യുവാണേ. തീറ്റ 30 ആണെങ്കിൽ നമുക്കറിയാം cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ് അല്ലേ. അപ്പോൾ √3/2ൻ്റെ ഹോൾ സ്ക്വയർ. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2ൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ 3/4 മൈനസ് 1/4 ആൻസർ 2/4. 1/2 കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാം തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്. അസ്യൂമേഷൻ നല്ല പ്രാധാന്യമുണ്ട്. തീറ്റയുടെ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ സൈൻ 30യും സൈൻ 45യും സൈൻ 16 ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു വേഗത കണ്ടുപിടിക്കൂ. ഞാൻ അസ്യൂം ചെയ്തു തീറ്റയ്ക്ക് 30 ഡിഗ്രി ആണെങ്കിൽ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആവുന്നതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 1/2 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീറ്റയുടെ വാല്യൂ 30 ആണ്. ആൻസർ കോട്ട് 30 ആണ്. എനിക്ക് കോട്ട് 30 ഒന്നും എനിക്കറിയില്ല. കോട്ട് 30 എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ടാൻ 30 അറിയാം. ടാൻ 30 എത്ര വരും? 1/√3. അതുകൊണ്ട് കോട്ട് 30 എന്ന് പറഞ്ഞാൽ √3. കാര്യം ടാൻ ഉണ്ടെങ്കിൽ കോട്ടുണ്ട്, സൈൻ ഉണ്ടെങ്കിൽ കൊസീക്കുണ്ട്, കോസ് ഉണ്ടെങ്കിൽ സീക്കുണ്ട്. ആ ഒരു ഐഡിയ പഠിച്ചു വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആൻസർ √3. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ അസ്യൂമേഷൻ പാടുള്ളവർക്ക് വേണ്ടി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലായി. ആ റിസൾട്ട് പഠിക്കേണ്ട വരും. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സമം 1. ഇത് cos 2 തീറ്റയുടെ റിസൾട്ടാണ്. cos 2 തീറ്റയുടെ റിസൾട്ടാണ് ഇത്. എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക. cos 2 തീറ്റ എന്ന് പറഞ്ഞാൽ cos സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 - 2 സൈൻ സ്ക്വയർ തീറ്റ, അതുപോലെ തന്നെ 2 cos സ്ക്വയർ തീറ്റ മൈനസ് 1. ഇത് മൂന്നും ടാനുള്ള റിസൾട്ട് ഉണ്ട്. 1 - tan സ്ക്വയർ തീറ്റ ബൈ 1 + tan സ്ക്വയർ തീറ്റ ഉണ്ട്. അത് വേണ്ട. ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. cos 2 തീറ്റ 1 ആണ്. 1. അപ്പം ഞാൻ ആലോചിച്ചു ഏതാണ് 1? ഏതിനാണ് 1 അല്ലേ? cos 2 തീറ്റ സമം 1 അല്ല, 1/2. 2 അങ്ങ് ഇപ്പുറത്തൊരു എന്താവും? 1/2 ആവും. അപ്പം കോസ് വാല്യൂ 1/2 ആവുന്നത് എവിടെയാണെന്ന് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. കോസ് 60 ഡിഗ്രിയിലാണ് 1/2. അപ്പം സൈൻ കോസ് ആവില്ല, കോസായി. അപ്പം എനിക്ക് മനസ്സിലായി കോസും കോസുമാണ്. 2 തീറ്റ സമം 60 ഡിഗ്രിയാണ്. തീറ്റ സമം 30 ഡിഗ്രിയാണ്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 1 - സൈൻ സ്ക്വയർ തീറ്റ കൊടുക്കുക. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ സമം 1/2. 1 - 2 സൈൻ സ്ക്വയർ തീറ്റ സമം 1/2. ഇവിടെ നിങ്ങൾ സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ ഇത്രയൊന്നും സ്റ്റെപ്പിൽ പോകണ്ട. കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. 1 - 2 സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ 2 തീറ്റ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. 2 സൈൻ തീറ്റ കോസ് തീറ്റ. എവിടെയെങ്കിലും 2 സൈൻ തീറ്റ കോസ് തീറ്റ വന്നാൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എഴുതി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ ആവശ്യമില്ല. ഇതറിയാവുന്നവരും പെട്ടെന്ന് കിട്ടും. അപ്പം നിങ്ങളുടെ ഒരു സംശയമായിരിക്കും, സാർ എന്തുകൊണ്ട് സാർ ഇവിടെ സാർ 1/2 എന്ന് പറഞ്ഞാൽ സൈൻ 30 കൊടുത്തില്ല? കൊടുക്കാം, കൃത്യമായിട്ട് കൊടുക്കാം. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ കൊടുത്താൽ ശരിയാണ്. 1/2 എന്ന് വെച്ചാൽ സൈൻ 30 ആണ്. സംശയങ്ങളെല്ലാം തീരണം. കോസ് സമ സൈനെ ആണെങ്കിൽ ഒരിക്കലും 2 തീറ്റ സമം 30 ഡിഗ്രി അല്ല. സൈൻ സമം കോസ് ആണെങ്കിലും കോസ് സമ സൈൻ ആണെങ്കിലും ടാൻ കോട്ടാണെങ്കിലും കോട്ട് ടാൻ ആണെങ്കിലും സേക്ക് കൊസീക്ക് ആണെങ്കിലും കൊസീക്ക് സീക്ക് ആണെങ്കിലും A+B സമം 90 ഡിഗ്രിയാണ്. സൈൻ കോസ് ആണെങ്കിൽ മാത്രമേ ആംഗിൾ ഈക്വൽ ആവൂ. അപ്പോൾ 2 തീറ്റ പ്ലസ് 30 സമം 90 ഡിഗ്രി. അതും ശരിയാണ്. 2 തീറ്റ സമം 60 ഡിഗ്രി. തീറ്റ സമം
30 ഡിഗ്രി. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്, ഓൾജിബ്ര ടോപ്പിക് എങ്ങനെ പഠിച്ചാലും ഉത്തരം കിട്ടും. കൃത്യമായിട്ട് പഠിച്ചാൽ ഫൈനൽ ആൻസർ ഒന്നായിരിക്കും, cot 30 ആയിരിക്കും. 1/√3 തിരിച്ചിടുന്നത് √3 ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ടാൻ തീറ്റ പ്ലസ്, ഞാൻ എൻ്റെ ഉള്ള ഐഡിയയിൽ അസ്യൂമേഷന് പറഞ്ഞുതരാം 2. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ടാൻ റേസ് ഈ ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ടാൻ പവർ 5 തീറ്റ പ്ലസ് കോട്ട് പവർ 10 തീറ്റ എത്ര ആണെന്നല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ടാൻ തീറ്റ ഞാൻ അസ്യൂം ചെയ്യും. വാല്യൂസ് പഠിക്കണം. അസ്യൂം തീറ്റയ്ക്ക് ഒരു 45 ഡിഗ്രി ആണെങ്കിൽ എനിക്കറിയാം ടാൻ 45 ആണെങ്കിലും റൂട്ട് ഓഫ് ബിലോ ബൈ എബോ, റൂട്ട് ഓഫ് ബിലോ 2 വിരൽ, എബോ 2 വിരൽ, അപ്പോൾ 2 വെട്ടിപ്പോയി 1 വാല്യൂ. ടാൻ 45 ആണെങ്കിലും കോട്ട് 45 ആണെങ്കിലും 1 ആണ്. അപ്പോൾ 1 + 1 2 വരുന്നതാണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ടാൻ 45 ആണെങ്കിൽ 1, കോട്ട് 45 ആണെങ്കിൽ 1, 1 + 1 2. അപ്പോൾ എനിക്ക് മനസ്സിലായി തീറ്റയുടെ വാല്യൂ 1 ആണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ടാൻ റേസ് ടു 5 45 ആണെങ്കിലും കോട്ട് റേസ് ടു 10 45 ആണെങ്കിലും ടാൻ 45 1 ആണ്. 1/5 + 1/5 ആൻസർ 2. കാര്യം 1 പവർ എനി നമ്പർ, നാച്ചുറൽ നമ്പർ, ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസറും പേനയില്ലാതെ 2 എന്ന് പറയാൻ പറ്റും. കാര്യം തീറ്റ 45 ആണ്, ടാൻ 45 1 കോട്ട് 45 1. അപ്പോൾ 1 + 1 2 വരണമെങ്കിൽ തീറ്റ 45 ആണ്. ടാൻ റേസ് ടു 5 45 എന്ന് വെച്ചാൽ 1 ആണ്. കോട്ട് റേസ് ടു 5 10 45 എന്ന് വെച്ചാൽ 1. 1 + 1 2. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ? സൈൻ തീറ്റ പ്ലസ് കൊസിക് തീറ്റ സമം 2. ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ റേസ് 100 തീറ്റ പ്ലസ് കൊസിക് റേസ് 100 തീറ്റ അല്ലേ. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അസ്യൂമേഷൻ കൊടുത്ത ഈ സമം 2 എന്ന് കാണുവാണെങ്കിൽ അസ്യൂമേഷനാണ് ഏറ്റവും ബെറ്റർ. മനസ്സിലാക്കിയെടുക്കുക. തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുത്താൽ, ശരിയല്ലേ ഞാൻ പറഞ്ഞേ? സൈൻ 91 സൈൻ 0 0 ആണ്. അപ്പോൾ സൈൻ 91 ആണ്. അതുപോലെ തന്നെ കൊസേക്ക് 91 ആണ്. 2 കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി തീറ്റയുടെ വാല്യൂ 90 ആണ്. മനസ്സിലാക്കിയെടുക്കുക. സൈൻ 90 എന്ന് പറഞ്ഞാലും 1 ആണ്, കൊസേക്ക് 90 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ സൈൻ 90 തീറ്റ 90 ആയി. സൈൻ 90 ഹോൾ റേസ് ടു 10 ആണെങ്കിൽ 100 ആണെങ്കിൽ 1/100 പ്ലസ് ഇവിടെയും 1/100 വരൂ. 1 + 1 ആൻസർ അത് കിട്ടും 2. മനസ്സിലാക്കിയെടുക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒന്നുമില്ല, നേരത്തെ നമ്മൾ ടാൻ എങ്ങനെ വാല്യൂ കൊടുത്തോ അതുപോലെ തന്നെയാണ്. ഇവിടെ 90 ആണെങ്കിൽ മാത്രമേ 90 1 ആണ്, കൊസേക്ക് 90 1 ആണ്. 1 + 1 2 ആണ്. അപ്പോൾ 1/100 പ്ലസ് 1/100 1 + 1 എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ.